അങ്ങനെ ഇറക്ക്. മലന്നെടുക്ക്, അങ്ങനെ എടുക്ക്. ഷണേടാ എഴുന്നേക്കടാ, ബാ എഴുന്നേക്ക്. അങ്ങനെ ഇരിക്കും. ഓക്കെ ഓക്കെ ഓക്കെടാ. ഭാഗ്യത്തിന് ജീവൻ തിരിച്ചു കിട്ടില്ലടാ. ഇനി പറ, ആരാ നിന്നെ ഇങ്ങനെ കെട്ടി തൂക്കിയത്? പറയണ്ണ, അതിന് കുറച്ച് വെള്ളം. ഈ കാടിനകത്ത് എവിടാ വെള്ളം ഇരിക്കുന്നത്? പുറത്തിറങ്ങിട്ട് വാങ്ങിച്ചു. നീ കാര്യം പറ, ആരവാണോ നിന്നെ ഇവിടെ കെട്ടി തൂക്കിട്ട്? ആരവോ? അവൻ എന്റെ കണ്ണി കണ്ട വെടിവെച്ച് കൊല്ലും. ഇത് അവനല്ല അണ്ണ. പിന്നെ ആരടാ? എനിക്ക് ആളിനെ കാണാൻ പറ്റിയില്ല അണ്ണ. പുറകിൽ നിന്നുള്ള അറ്റാക്ക് ആയിരുന്നു. ഞാൻ വീണ് പോയി. അപ്പോഴവളെ എന്റെ ഇതിന് രക്ഷപ്പെട്ടെ. കഥ പറയാതെ നിന്നെ കെട്ടി തൂക്കിയത് ആരെന്ന് പറയടാ. അവനെ ഞാൻ തീർക്കും. രുദ്രന്റെ ആളുകളെ ഇപ്പൊ ആർക്കും എന്തും ചെയ്യാന്നായി. അയ്യോ, അതൊക്കെ പിന്നെ പറയണ. ആദ്യം എന്നെ കെട്ടൊന്നൊഴിക്ക്. അയ്യോ, മോഴക്കുന്നിലേക്ക് പോയ നമ്മുടെ 4 പേരെ ടയറിന്റെ കാറ്റ് തീരുന്ന പോലെ തീർന്നു പോയത്. എന്നിട്ട് നിന്നെ കെട്ടിത്തൂക്കിട്ട് നീ കണ്ടില്ലെന്ന് പറഞ്ഞ? അതാണ് ഈ സംഭവത്തിന്റെ ട്വിസ്റ്റ്. പറടാ, നിന്നെ ഈ മരത്തിൽ കെട്ടിത്തൂക്കിയത് ആരാ? എന്നെ മരത്തിൽ കെട്ടിത്തൂക്കിയത് ആരവല്ല. പിന്നെ ആരാ? അതൊരു അദൃശ്യ ശക്തിയാണ്. അദൃശ്യ ശക്തിയാ? ശരി, നീ അദൃശ്യ ശക്തിയെ കണ്ടാൽ അറിയുന്ന ആരെങ്കിലും ആണോ? അണ്ണാ, കാണാൻ പറ്റിയില്ല. അതേതോ മായിക ശക്തിയാ. ഒരു പ്രേതശക്തി. പ്രേതശക്തി ആയതുകൊണ്ടല്ലേ എനിക്ക് കാണാൻ പറ്റാത്തത്. എന്നാ അടിയായിരുന്നു അണ്ണാ. അണ്ണനാണ് അടി കിട്ടിയിരുന്നെങ്കിലേ അണ്ണ സ്പോട്ടിലും അടിയായിരുന്നു. പ്രേതശക്തിയാണെങ്കിൽ അത് ഇവന്റെ അമ്മാവനായിരിക്കും. അമ്മാവനാ? അങ്ങേര് ചാവാൻ നേരത്തെ അവനോട് പ്രതികാരം ചെയ്യുന്നു പറഞ്ഞായിരുന്നു. ഒരു നരന്ത് പെണ്ണിനെ ഒറ്റയ്ക്ക് കൈ കിട്ടിട്ടേ അവളെ പൊക്കിയെടുത്തോണ്ടിരാൻ കഴിവില്ലാത്ത നിന്നേക്ക ഞാൻ എന്താണ് ചുമക്കുന്ന? എന്റെ അണ്ണ, അത് സത്യമായിട്ട് ഒരാളല്ലായിരുന്നു. ഏതോ മായിക ശക്തിയായിരുന്നു. മായിക ശക്തി തേങ്ങാക്കൊല. ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടുവരാൻ നിനക്കൊന്നും കഴിവില്ല. അവളെ നല്ല പെടാന്നാണ് നിനക്കൊക്കെ. അത് മറയ്ക്കാൻ വേണ്ടിട്ട് പ്രേതശക്തി കോപ്പെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കും. പിന്നെ ഇവനെ കെട്ടിത്തൂക്കിയത് ആരാണ്? കണ്ടില്ല. എന്നൊന്ന് വിശ്വസിക്കണം. വല്ല പന്നിക്കാൻ മ്ലാവിനെ വെച്ച കുരുക്കിനകത്ത് എന്ന് കയറി കൊടുത്തിട്ട് പോയി വണ്ടി കയറാ. പോ, നീ വരുന്നില്ലടാ. അയ്യോ അണ്ണ, എന്നെ കൂടെ കൊണ്ടുപോണേ. ആരോ? ഇവൻ പിന്നെയും പോയോ? ഇവിടെ ഉണ്ടായിരുന്നോ? കഴിക്ക്. ഇവിടെ ഇതൊക്കെ ഉള്ളോ? ഇവിടെ എല്ലാരും വെജാ. നോൺ വെജ് ഒന്നും കിട്ടില്ല. ദേ, ഇതൊക്കെ കിട്ടിയത് തന്നെ ഭാഗ്യ. ഇതൊക്കെ കഴിച്ച് എങ്ങനെ ജീവിക്കും? ഞങ്ങളൊക്കെ ജീവിക്കുന്നില്ലേ? വേണമെങ്കിൽ കഴിച്ചാ മതി. ദേ, ഇനിയും കുറെ കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട്. അയ്യോ, 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 ഈശ്വരാ, മുത്തശ്ശൻ. വൃന്ദമോൾ ഇവിടെ തന്നെ ഉണ്ടോ? അതോ നമ്മളെ കാണാതെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടാവോ? അവളോട് അങ്ങോട്ട് വരണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു വലിച്ച. എനിക്ക് മുത്തശ്ശൻ ഓപ്പോളം വരുന്നുണ്ട്. വന്നോ? നന്നായി. മുത്തച്ഛന്റെ അസുഖത്തെ കുറിച്ച് ചോദിക്കാം. ഞാൻ എന്തെങ്കിലും ചോദിക്കാതിരുന്ന തനിക്ക് പിണക്കമായല്ലോ. ഓ, നീ ഇപ്പൊ ഒന്നും ചോദിക്കണ്ട. അവര് നിന്നെ കണ്ടാലേ പ്രശ്നമാവും. ഞാനിപ്പോ ഇവിടെ വന്നത് തനിക്ക് പ്രശ്നമായോ? നീ എവിടെയെങ്കിലും പോയി ഒളിക്ക്. ഞാനിപ്പോ ഇവിടെ പൊളിക്കാനാ? നീ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. ആടാ ഇങ്ങോട്ട്. അതൊക്കെ പിന്നെ എടുക്ക. ഇങ്ങോട്ട് വന്നേ. വൃന്ദ മോളെ. വൃന്ദമോളെ, അവൾ ഇവിടെ ഇല്ലേ? അവളിവിടെ ഉണ്ട് വല്ലിച്ച. ഫുഡ് കഴിക്കാൻ എടുത്തു വെച്ചിട്ട് എങ്ങോട്ടോ പോയി. വല്ലിച്ച വന്നോ? ഞാൻ വൃന്ദയെ വിളിച്ചോണ്ട് വരാം.
ഇത് തന്റെ മുറിയാണോ? ആ ഇത് എന്റെ മുറിയാ. നീ ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരുന്നോ? ആരും കാണില്ല. ഏ, അല്ല തന്റെ മുത്തശ്ശൻ ജ്ഞാനദൃഷ്ടിയിൽ എന്നെ കണ്ടുപിടിച്ചാലോ? ഉഫ്, അത് മുത്തശ്ശന് സംശയം തോന്നിയാലല്ലേ ഉള്ളൂ. ഇപ്പൊ നീ ഇവിടെ ഉണ്ടെന്ന് മുത്തശ്ശനും ഓപ്പോളിനും അറിയില്ല. നീ എവിടെയെങ്കിലും ഒന്ന് ഒളിക്ക്. ഞാൻ ഇവിടെ എവിടെ വിളിക്കാനാ? ഇതിനകത്ത് വിളിക്കട്ടെ. ഏയ്, വേണ്ട, നിനക്ക് ശ്വാസം മുട്ടും. അനുവിന്റെ വീട്ടിൽ ഞാൻ ഇതുപോലെ ഒരു അലമാരയിൽ ഒളിച്ചിരുന്നേ. ഓ അത് വേണ്ട. പിന്നെ എവിടെ വിളിക്കും? ആ, ദേ അവിടെ ഒളിച്ചോ. ചെല്ല് 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 ചെല്ല്, വേഗം ചെല്ലടാ. ഇരിക്ക്. നീ ഇവിടെ ഇരിക്കേ. ഇതെങ്ങനെ ഇപ്പൊ കയ്യിൽ കയറി കുരുങ്ങി? വൃന്ദേ, മോളെ. മോളെ, വൃന്ദേ. നീ ഇവിടെ വന്നിട്ട് എന്തെടുക്കുമായിരുന്നു? കൊറേ നേരം മുത്തശ്ശനെ ഓപ്പോളിനെ പ്രതീക്ഷിച്ചിരുന്നു. ക്ഷീണം തോന്നിയപ്പോഴേ കുറച്ചു നേരം കിടക്കാന്നോർത്ത് വന്നതാ. നീ കഴിക്കാൻ എടുത്തു വെച്ച ആഹാരം അവിടെ തന്നെ ഇരിക്കുവാണല്ലോ. ഭക്ഷണം കഴിക്കാനും മറന്നോ? ഞാനത് ഓർത്തില്ല ഓപ്പോളെ. മുത്തശ്ശനെ കൊണ്ടുവന്നിട്ടുണ്ട്. നീ ചെന്ന് മുത്തശ്ശനെ കാണു. ഞാൻ പോയി കാണാം. ഈ ഡ്രസ്സുകള് അയൺ ചെയ്യാനായിട്ട് മാറ്റിയിട്ടിരുന്നതാ. മുത്തശ്ശനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയപ്പം എനിക്ക് സമയം കിട്ടിയില്ല.